ചങ്ങായിമാരെ, ഇന്ന് പണിയൊക്കെ കഴിഞ്ഞ് നേരത്തെ എത്തി. അപ്പോൾ ഈ ഒരു സമയം എന്ന് വെച്ചാൽ വീഡിയോ എടുക്കാനുള്ള ആ ഒരു പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് വൈകി വരുന്നതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത്. ആകെ ഞായറാഴ്ച മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയം എന്നൊക്കെ സന്ധ്യക്കൊക്കെ ഈ പിന്നെ വന്നാൽ പിന്നെ ഈ ലൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇനി നല്ലൊരു ഫോൺ വാങ്ങിയിട്ട് വീണ്ടും നമ്മൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസൊക്കെ എടുക്കാൻ പിന്നെ എന്താ പറയണ്ടത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പല സ്ഥലങ്ങളിലൊക്കെ ഓരോ കാര്യങ്ങളും അതേപോലെ സ്ഥലങ്ങളൊക്കെ കാണിക്കണമെന്ന്. അപ്പോൾ എന്ന് വെച്ചാൽ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 11 മണിക്കൊരു ചായ കുടിക്കണം എന്ന് വെച്ച് പണി സൈറ്റിൽ നിന്ന് കഴിഞ്ഞിട്ട് ഒരു ചായ കുടിക്കണം എന്ന് വിചാരിച്ചു തരാം. എവിടെയും ഹോട്ടൽ പറഞ്ഞിട്ടില്ല. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നല്ല നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടൽ ഒന്നുമില്ല. എന്ന് വെച്ചാൽ എല്ലാവരും പൂട്ടിപ്പോയി എന്നാണ് പറയുന്നത്. കാരണം ഗ്യാസ് സിലിണ്ടർ ഇല്ല. അതുകൊണ്ട് അവിടെയുള്ള തൊഴിലാളികൾക്ക് തൊഴിലില്ല, കൊടുക്കാനുള്ള പൈസയില്ല. അതുകൊണ്ട് അവരൊക്കെ അവരുടെ നാട്ടിലേക്ക് പോയി. നല്ല നല്ല ഫുഡ് ഉണ്ടാക്കുന്ന ഹോട്ടൽസാണ്. എന്താ വെച്ചാൽ നമുക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോൾ വണ്ടിയെടുത്ത് പോയിട്ട് നമ്മളെ നാട്ടിലുണ്ടാകും, നമ്മളെ നാട്ടിലുള്ള ചായക്കടയിലുണ്ടാകും. പക്ഷേ അവിടെ നിന്നും പോയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ദൂരെ സ്ഥലത്തേക്ക് പോകുമ്പോൾ നല്ല നല്ല ഫുഡ് കിട്ടുന്ന ചായക്കടയും തട്ടുകടയും പിന്നെ ഹോട്ടൽസും എല്ലാം പൂട്ടിയാൽ നമുക്കുണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ. കാരണം നമ്മൾ ഈ ബാറിലും മറ്റുള്ള എന്താ പറയണ്ടത് ലഹരി പദാർത്ഥങ്ങളും ഒന്നും വാങ്ങാനൊന്നുമല്ല നമ്മൾ പോകും. നമ്മളെ യാത്ര ലഹരി എന്ന് പറയുന്നത് യാത്രയാണ്. എനിക്കതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് പുറത്തേക്കെല്ലാം പോയാൽ ചായ കുടിക്കണം, അതുപോലെ തന്നെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കണം എന്നുള്ളതാണ്. വീട്ടുകാർക്ക് ഇഷ്ടപ്പെടില്ല, കാരണം പുറമേയില്ല ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ നമ്മൾ വേറെ ഒന്നല്ലല്ലോ കഴിക്കുന്നത്, ഭക്ഷണമല്ലേ. അപ്പോൾ ആ ഭക്ഷണം കഴിക്കാനുള്ള വളരെ ഒരു ആഗ്രഹത്തിലൊക്കെ ഇങ്ങനെ പോകുമ്പം ആ ഹോട്ടൽസൊക്കെ പൂട്ടിയ കാണുമ്പം എല്ലാത്തൊരു വിഷമം തോന്നുന്നു. കാരണം വെച്ചാൽ നല്ല നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്നും നമുക്ക് വയറ്റിനും ഒന്നിനും പ്രശ്നമൊന്നും ഇല്ലാണ്ട് നല്ല ചൂടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച ഹോട്ടൽസ് മൊത്തം പൂട്ടി. ഇനി അങ്ങോട്ട് ഗ്യാസ് സിലിണ്ടർ വീട്ടിലേക്കും കിട്ടില്ല എന്നാണ് പറയുന്നത്. അത്രയും ക്ഷാമം വന്നിട്ടുള്ള ക്ഷാമം ഉണ്ടാകും. കാരണം ക്ഷാമം ഇല്ലെങ്കിൽ എന്തായാലും ഇത് കൊടുക്കണ്ടല്ലേ. ഈ ഇവന്മാർ ഈ കൊണാപ്പന്മാർ അങ്ങനെയുള്ള രാജ്യത്തു നിന്നൊക്കെ യുദ്ധം പ്രഖ്യാപിച്ചിട്ട് യുദ്ധം ചെയ്തിട്ട് പിന്നെ മറ്റുള്ള രാജ്യത്തുള്ള പാവങ്ങളാണ് അനുഭവിക്കുന്നത്. അതും എന്താ പറയണ്ടത്, ഒരു തെറ്റും ചെയ്യാത്തവന്മാരുടെ മേത്തേക്കൊക്കെയാണ് മിസൈലും അതേപോലെ ഷെല്ലൊക്കെ ഇട്ട് ആക്രമിച്ചിട്ട് അവരെയൊക്കെ കൊല്ലുന്നത്. ഇതിൻ്റെ തലവന്മാർ ചാകുന്നുണ്ടോ? ഇല്ലല്ലോ. അവന്മാർ ചാവില്ല. അവന്മാർക്കുള്ള സെക്യൂരിറ്റി മൊത്തമായി കൊടുക്കും. എന്താ പറയണ്ടത്, ഒരു റൂം തന്നെ ബുള്ളറ്റ് പ്രൂഫായിട്ടുള്ള റൂം കൊടുക്കും. മിസൈൽ വീണ പിന്നെ പൊളിയാത്ത വീടുകൾ കൊടുക്കും. ഇത് ബാക്കിയുള്ളവരുടെ പിന്നെ എന്താ പറയണ്ടത് അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവന്മാരുടെ മേത്തേക്കും വീട്ടിൻ്റെ മുകളിലേക്കൊക്കെ മിസൈലൊക്കെ ഇട്ടിട്ടാണ് ഇവന്മാർ യുദ്ധം ഇതാക്കുന്നത്. അന്ന് നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ മുകളിലോട്ടൊക്കെ നോക്കിയിട്ട് എന്താണ് ഭയങ്കര പൊട്ടലാന്നല്ലോ. ഇപ്പം കാണുന്നില്ലേ, നമ്മൾ അനുഭവിക്കുന്ന കാണുന്നില്ലേ. ഗ്യാസ് ഇല്ല, അതേപോലെ തന്നെ ഇനിയിപ്പം പെട്രോളിൻ്റെ പൈസ കൂട്ടിയ കണക്കാണ്. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ വണ്ടിയുടെ മൈലേജും ഇല്ലെങ്കിൽ ആകെ മൊത്തത്തിലുള്ള നമ്മളെ ജോലിക്ക് പോക്കെല്ലാം താറുമാറാവും. ഈ ഇവന്മാർ അങ്ങുള്ള യുദ്ധം കൊണ്ട് ഇവിടെയാണ് ഇപ്പം അനുഭവിക്കുന്നത്. ഈ തെണ്ടികൾക്ക് ഇത് ചെയ്യാൻ മാത്രമല്ല, യുദ്ധം ചെയ്യാൻ മാത്രമല്ല അറിയൂ, വേറെ ഒന്നും നല്ലത് ചെയ്യാൻ അറിയില്ലല്ലോ. ഇതിങ്ങനെ ചെയ്തിട്ട് അപ്പുറം ഇപ്പുറമുള്ള ഈഗോ കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം എന്താ പറയണ്ടേ വഴിമുട്ടിക്കുക. അതാണ് സത്യത്തിൽ നടക്കുന്നത്.